Hi friends, നമുക്കൊരു എഗ് ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പൊ നല്ല മഴക്കാലമൊക്കെയാണ്. അപ്പൊ നല്ല ചൂടോട് നമ്മുടെ എഗ് ബജി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം മുട്ടയെടുക്കാം. അപ്പൊ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ പാത്രത്തിന്റെ മൂടി ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചാലോ. അപ്പൊ ഗ്യാസ് ഒക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിള വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്താലോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ പാത്രത്തിന്റെ മൂടി അതേപോലെ തന്നെ അടച്ചൊന്ന് മാറ്റി വെക്കാം. ആ ഒരു ചൂടിലിരുന്ന് ഒന്നുകൂടി വേവാനുണ്ടെങ്കിൽ ഒന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് എടുത്ത് ഒഴിക്കരുത്, മാവ് ഭയങ്കരമായി ലൂസായി പോകും. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഞാൻ. ഇപ്പൊ കുറച്ച് വെള്ളത്തിന്റെ കുറവ് തോന്നി. അപ്പൊ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കില്ലേ, അപ്പൊ ആ ഒരു മാവ് നമ്മൾ റെഡി ആക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിൽ മതി നമ്മുടെ ബജ്ജിയുടെ മാവും. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ആ ഒരു ക്രീമി ടെക്സ്ചർ. ഈ ഒരു രീതിയിൽ നമ്മുടെ മാവ് കലക്കിയെടുത്താൽ മതി. അപ്പൊ സ്പൂണിൽ കോരി ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് കൊണ്ടുവരാം. മുട്ടയൊക്കെ പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓരോ മുട്ടയും 2 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം 2 ആയിട്ടോ 4 ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, ഒരു കുഴപ്പവും തന്നെ ഇല്ല. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, ആ വൈറ്റിനകത്തൊരു മഞ്ഞ കളറൊക്കെ. അപ്പൊ നമുക്ക് ചായയുടെ കൂടെ തന്നെ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നല്ല ചൂടോട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. ഇപ്പൊ മുട്ടയെല്ലാം ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഓയിൽ നന്നായിട്ട് തിളച്ചോന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഒരു തുള്ളി മാവ് ഒഴിച്ചു കൊടുത്ത്, കണ്ടില്ലേ, അത് പൊങ്ങി വന്ന് തിളച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നമ്മൾ ഓരോ പീസ് മുട്ട എടുത്ത് നമ്മുടെ മാവിലൊന്ന് മുക്കിയിട്ട് നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ മാവൊക്കെ ഒന്ന് മുക്കി എന്നിട്ട് മുട്ടയൊന്ന് ചെറുതായിട്ട് പൊക്കി പിടിക്കുക. അപ്പൊ അതിലുള്ള മാവ് അധികം ഉണ്ടെങ്കിൽ അത് ഊർന്ന് നമ്മുടെ പാത്രത്തിൽ തന്നെ വീഴും. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ഞാൻ എടുത്ത എണ്ണയുടെ അനുസരിച്ച് എനിക്ക് 2 എണ്ണം വീതം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം 2 എണ്ണം വീതം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഒരു ഗോൾഡൻ കളർ ആയപ്പോ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബജ്ജി. ഇനി ഓയിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതേപോലെ ഒന്ന് വെച്ച് എണ്ണയൊക്കെ വാർന്നു പോയപ്പോ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് അടുത്തയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണ ആയതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലൊന്നും തെറിച്ച് വീഴാതെ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പൊ ആദ്യം 2 എണ്ണം ഇട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു സ്പേസ് തോന്നിയ കാരണം അടുത്ത പ്രാവശ്യം ഇട്ടപ്പോൾ ഞാനൊരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്.
അപ്പം അത് നന്നായിട്ട് ഇടയൊക്കെ ഒന്ന് ഒട്ടിയത് കൊണ്ട് ഞാൻ ഇതേപോലെ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, കോരാറായിട്ടുണ്ട്. അപ്പൊ അതും നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പൊ അതുകൂടി ഞാനൊന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഈ മഴക്കാലമൊക്കെ അല്ലേ, മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും ബജ്ജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.